ലക്ഷ്മണനും ശ്രീരാമചന്ദ്രസ്വാമിയും അതുപോലെ നമ്മുടെ മഹർഷീശ്വരനും അങ്ങനെ പോകുന്ന സമയത്ത് എന്താ ഇത് എന്തൊക്കെയോ കാണുന്നുണ്ട്. അവർ ഇതുവരെ കാണാത്ത കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. ഈ കാടുള്ള പ്രദേശത്ത് രാജ്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഉണ്ടായിരുന്നു. ആ കാടുള്ള സ്ഥലത്തുണ്ടായിരുന്ന രാജ്യത്തിന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. മാലയും ക്രോശം അങ്ങനെയാണ് ഈ രാജ്യത്തിന് പേര്. മാലത എന്നും കരോസ എന്നും പേര്. അങ്ങനെ രാജ്യം നല്ല പ്രശസ്തിയിലേക്ക് ഉയർന്നു എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനിടയിൽ താടകി എന്ന ക്രൂരയായ ഒരു രാക്ഷസി ഈ പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടു. താടക അവൾ സമ്പുഷ്ടയും സമാധാനപൂർണവുമായ രാജ്യത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. യക്ഷിയായിരുന്നു അവള്. ഏത് രൂപവും സ്വീകരിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു അവൾക്ക്. കാമരൂപിണി എന്ന് പറയും. കാമരൂപിണി എന്നാൽ അതിസുന്ദരി നമ്മൾ വിചാരിക്കണ്ട, അതിസുന്ദരിയല്ല. കാമിക്കുന്ന രൂപം എടുക്കാൻ കഴിവുള്ളവള്, ഇതാണ് കാമരൂപിണി. ജനിക്കുമ്പോൾ തന്നെ അവർക്ക് 1000 ആനകളുടെ ശക്തിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അവളൊരു പുത്രനെ പ്രസവിച്ചു, മാരീചൻ. അവന് ഇന്ദ്രന്റെ ബലവും വീര്യവും ഉണ്ടായിരുന്നു. അമ്മയും മകൻ അവിടെ അത്യാപത്തുകളും നാശനഷ്ടങ്ങളും ഇഷ്ടം പോലെ വരുത്തി. അവരുടെ കഴിവിന്റെ പരമാവധി അവർ രാജ്യം നശിപ്പിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളൊക്കെ ചെയ്തു. ആ ദുഷ്ടരാക്ഷസി നിവസിക്കുന്ന കാട് ഇവിടുന്ന് 1.5 യോജന ദൂരെയാണ്. മാലത എന്നും കരോസ എന്നും പേരായ ധനപുഷ്ടിയും ക്ഷേമവുമുള്ള ഈ 2 രാജ്യങ്ങളെ തകർത്ത് ഇന്ന് കാണുന്ന കാടാക്കി മാറ്റിയത് താടകയും മാരീചനുമാണ്. താടക എല്ലാവർക്കും ഭയമാണ്. കൃഷി ചെയ്യുന്നവർ അവ സമീപിച്ചപ്പോൾ ഭയചകിതരായി ഓടി രക്ഷപ്പെടും. ഇവളിങ്ങനെ വരുന്ന കാണുമ്പോ അവർ ഓടി. പക്ഷെ അവൾക്ക് പിടിക്കണമെന്ന് അവർക്ക് പിടിക്കാൻ പറ്റും അവരെ. അങ്ങനെ കൃഷി ചെയ്യപ്പെടാതെ നിലങ്ങളെല്ലാം കാട് പിടിച്ച് അനാഥമായി തീർന്നു. ജനനിബിഡമായിരുന്ന നഗരങ്ങളും ഗ്രാമങ്ങളും ജനവാസമില്ലാതെ നശിച്ചു. മനുഷ്യവാസത്തിന്റെ ഒരു ലക്ഷണവും പിന്നീടുണ്ടായില്ല. അവളെ ആക്രമിച്ച് പിടിക്കാനോ നശിപ്പിക്കാനോ ആര് ശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. അതാണ് അവളുടെ ഒരു കഴിവ്. അവളുടെ കൊള്ളയടി നിർത്താൻ ഒരാളും തന്നെ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടുമില്ല. അത്രയും ഗംഭീരയാണ് അവള്, ഭയങ്കരി. ഇക്കാര്യത്തില് കുമാര, നിന്നെ പറ്റിയല്ലാതെ മറ്റേ ആരെ പറ്റിയും ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതെ, എന്റെ ഏറ്റവും അഗാധമായ അന്തഃപ്രചോദനം അങ്ങനെ പറയുന്നു. ഇത് രാമനൊഴിച്ച് മറ്റാർക്കും ഈ അതിപ്രബലയായ രാക്ഷസിയെ നശിപ്പിക്കാൻ കഴിയുകയില്ല. അതാണ് ഇദ്ദേഹത്തിന്റെ അന്തഃകരണം പറയുന്നത്. ഇവർ 2 പേരും ദുഷ്ടരായ അമ്മയും മകനുമാണ്. തപസ്സുകളുടെ യജ്ഞങ്ങളും മറ്റു പുണ്യകർമ്മങ്ങളും അശുദ്ധമാക്കുന്നത്. രാക്ഷസന്മാർക്ക് നേതൃത്വവും സഹായവും നൽകുന്നത് അവരാണ്. ഇവരുടെ കീഴിലാണ് ബാക്കിയുള്ള രാക്ഷസന്മാരൊക്കെ. വിശ്വാമിത്രന്റെ വാക്കുകൾ രാമന്റെ വികാരങ്ങളെ ഇളക്കി. വിശ്വാമിത്രന്റെ ഈ വാക്കുകൾ അത്യന്തം വിനയത്തോടും ആദരവോടും, ദേഷ്യം അടക്കി നിർത്താൻ രാമന് കഴിയുന്നില്ല, എന്നാലും വിനയത്തോടും ആദരവോടും കൂടി രാമൻ പറഞ്ഞു. തപസ്സുകളിൽ മഹാനായവനെ യക്ഷന്മാർ അശക്തന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനു പുറമെ താടക എന്നൊരു സ്ത്രീയും ദുർബലവർഗത്തിൽപ്പെട്ടവളല്ലേ. അപ്പോൾ അവൾക്ക് മുഴുവൻ ജനങ്ങളെയും ഭയവിഹ്വലരാക്കാൻ എങ്ങനെ കഴിഞ്ഞു? എവിടുന്നാണ് അവൾ ഇത്രയും ശക്തി നേടിയത്? ബ്രഹ്മാവും ദേവന്മാരും അനുഗ്രഹിച്ചിട്ടുള്ള ഈ പ്രദേശത്തെ അവൾക്ക് എങ്ങനെ ഇങ്ങനെ നശിപ്പിക്കാൻ കഴിഞ്ഞു? ഇത് കേട്ട് അത്ഭുതം തോന്നുന്നല്ലോ എനിക്കെന്ന് പറഞ്ഞു ശ്രീരാമചന്ദ്രൻ. ഇത് വിശ്വാസത്തിന്റെ സീമയ്ക്കും അപ്പുറത്തുള്ള എന്തോ ആണെന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാമിത്രൻ പറയുന്നു, രാമാ, ഞാൻ പറയാട്ടോ, കേൾക്ക്. പണ്ട് സുകേതു എന്നു പേരുള്ളൊരു യക്ഷനുണ്ടായിരുന്നു. അദ്ദേഹം സൽഗുണസമ്പന്നനും അതുപോലെ പ്രതാപശാലിയുമായിരുന്നു. അവന് പിന്തുടർച്ച അവകാശി സന്താനമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവന്മാരെ പ്രസാദിപ്പിക്കുന്നതിനും അവരുടെ അനുഗ്രഹം നേടുന്നതിനും വേണ്ടി
ഈ സുകേതു കഠിനമായി തപസ് ചെയ്തു. യക്ഷനാണേ. ഒടുവിൽ ബ്രഹ്മാവ് അവന്റെ തപസ്സിൽ സന്തുഷ്ടനെ പ്രത്യക്ഷനായി. അവന് അസാധാരണ ബലവും സാമർഥ്യവും കൗശലവുമുള്ള ഒരു പെൺകുട്ടി പിറക്കുമെന്ന് അനുഗ്രഹം നൽകി. സുകേതുവിന് അനുഗ്രഹം കിട്ടിയപ്പോൾ ഒരു ആൺകുട്ടിയെ കിട്ടിയില്ലെങ്കിലും സന്തോഷത്തിന് കുറവുണ്ടായില്ല. ആണിനെ കിട്ടിയില്ലെങ്കിൽ ഒരു പെണ്ണ് അതിഭയങ്കരമായിട്ടുണ്ടാവുമല്ലോ എന്നുള്ള വിചാരായി. ശക്തിശാലിനി. സുകേതു മടങ്ങുകയും ചെയ്തു. വരപ്രകാരം അവന്റെ പെൺകുഞ്ഞ് പിറന്നു. കുട്ടി വളരെ വേഗത്തിലും അതിശക്തിയായും വളർന്നു വന്നു. അവളെന്തോ ഒരു ബലവർഗത്തിൽപ്പെട്ടവളാണെങ്കിലും ബ്രഹ്മാവിന്റെ കാരുണ്യത്താൽ അവൾക്ക് 1000 ആനയുടെ ശക്തി ഉണ്ടായിരുന്നു. അതാണ് ആ വരപ്രസാദം കൊണ്ടാണ് അവൾ ഇത്ര ശക്തിമതിയായത്. യാതൊരു നിയമമോ പരിധിയോ ഇല്ലാതെയാണ് അവള് കണ്ടതെല്ലാം തൻ്റെതാണെന്ന തോന്നൽ അവൾ എല്ലായിടത്തും സ്വതന്ത്രമായി സഞ്ചരിച്ചു. സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അവൾ. അതുകൊണ്ട് സുകേതു അവൾക്ക് അനുരൂപനായ ഒരുവനെ ഭർത്താവായി തിരഞ്ഞെടുക്കുന്നതിനായി പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. ഈ അച്ഛൻ ഇതുപോലത്തെ ഒരു ഘടാഘടിയനെ വേണ്ട ഇപ്പൊ. ഒടുവിൽ ഒരാളെ കിട്ടി. അവന്റെ പേര് സുജൻ. സുകേതു മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. 3 കൊല്ലങ്ങൾക്ക് ശേഷം അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാരീചൻ. അമ്മയും മകനും യുദ്ധത്തിൽ അജയ്യരായി തീർന്നിരിക്കുന്നു. സുജൻ രാക്ഷസീയമായ സാഹസിക പ്രവർത്തനങ്ങൾക്കായി മഹർഷിമാരുടെ യജ്ഞങ്ങൾ തകരാറിലാക്കാൻ ശ്രമിച്ചു. ഇത് കാരണം എന്ത് പറ്റിയെന്നോ, അഗസ്ത്യ മഹർഷിയുടെ കോപത്തിന് പാത്രമായി. അതാണ് അദ്ദേഹം ഈ ദുഷ്ടാത്മാവിനെ ശപിച്ചു. അതിന്റെ ഫലമായി അവൻ മരിച്ചു. സുജൻ. മഹർഷിമാരുടെ യജ്ഞങ്ങൾ നിർബാധം നടക്കുകയും ചെയ്തു. ഈ ആക്രമണം അഗസ്ത്യൻ പ്രതികാരമായി താടകപുത്രനോടൊപ്പം അഗസ്ത്യന്റെ ആശ്രമം ആക്രമിച്ചു. ഈ ആക്രമണം അഗസ്ത്യൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? 2 പേര് രാക്ഷസന്മാരുടെ സ്ഥിതിയിലേക്ക് അധപ്പതിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെയാണ് ഇവര് രാക്ഷസന്മാരായതെന്ന് അർത്ഥം. ഇത് അവരെ പൂർവാധികം ദോഷാകുലരാക്കി. അവർ ആ സഭ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ആയില്ലേ രാക്ഷസന്മാരായ പിന്നെന്തും പറയാലോ. അഗസ്ത്യന്റെ നേരെ ക്രോധ താമ്രാക്ഷരായി ചെന്ന് അഗസ്ത്യൻ കാലവിളംബം മാപൽക്കരമാണെന്ന് തോന്നി അഗസ്ത്യന്. സമയം വൈകുന്ന നമുക്ക് ഇവർക്ക് ശക്തി കൂടിക്കൊടുക്കും. അദ്ദേഹം താടകയെ അവളുടെ സൗന്ദര്യം നശിക്കട്ടെ എന്നും ബീഭത്സരൂപിണിയാകട്ടെ എന്നും ശപിച്ചു. മാത്രമല്ല അവളൊരു നരഭോജിയാകട്ടെ എന്നും ശപിച്ചു. അയ്യോ, ഇത് മോശം ശാപല്ലേ. ശപിക്കപ്പെട്ടത് കൊണ്ടൊന്നും അവളെ കീഴടങ്ങിയില്ല കേട്ടോ. അവള് ഭയങ്കരമായിട്ട് തുടർന്നു. പൂർവാധികം ശക്തിയോടുകൂടി ആക്രമണം തുടരുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അഗസ്ത്യൻ ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറി. ഈ നിരാശയിലെ ക്രുദ്ധയായ താടക അവരുടെ ഉഗ്രകോപം രാജ്യത്തിന് നേർക്ക് തിരിച്ചുവിട്ടു. വളവുകൾ വേണ്ട, തോട്ടങ്ങൾ വേണ്ട, ഒക്കെ നശിപ്പിച്ചു. ഇന്ന് കാണുന്ന കൊടുങ്കാടായി ഈ നാട് മാറിയത്. അങ്ങനെയാണ് താടകാവനം എന്ന് ഒരു പേരും കിട്ടി ഈ വനത്തിന്. ഈ കഥ കേട്ട് കഴിഞ്ഞ സമയത്ത് രാമൻ പറഞ്ഞു, ഗുരു, ബ്രഹ്മാവിന്റെ വരശക്തിയുടെ ഫലമായി ജനിച്ചത് കൊണ്ടും തപസ്സിന്റെ ദാനം എന്ന നിലയിലുമാണ് അവൾക്ക് ഈ കൗശലങ്ങളും ശക്തിയും ലഭിച്ചത് അല്ലെ. അതവൾ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തില്ലേ. തന്റെ മേൽ ദോഷവും ശാപവും വരുത്തി വെച്ചില്ലേ സ്വയം. ഒരു സ്ത്രീയെ കൊല്ലുന്നതിനുള്ള പാപം ശാസ്ത്രങ്ങളിൽ പറഞ്ഞതുപോലെ അതിനിന്ദ്യമാണ് അല്ലെ ഗുരു. അങ്ങനെയല്ലേ. ഈ കാരണം കൊണ്ട് വൈരൂപ്യം വരുത്തുന്ന ശാപവും നൽകി. അഗസ്ത്യൻ അവളെ വിട്ടുകളഞ്ഞതായിരിക്കണം. കൊന്നാലേ പാടില്ല. സ്ത്രീവധം എന്നുകൊണ്ടായിരിക്കൂലെ അവളെങ്ങനെ വിട്ടുകളഞ്ഞത് എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ ഭർത്താവിന് ശപിച്ചു കൊന്ന മഹാനായ മഹർഷിക്ക് അവളെയും അങ്ങനെ കൊന്നുകൂടായിരുന്നു. യോദ്ധാക്കള് സ്ത്രീകളെ കൊല്ലുക എന്ന അതിനിന്ദ്യമായ കൃത്യം ചെയ്യരുതെന്ന് കേട്ടിട്ടുണ്ട്. മുൻകൂർ ജാമ്യം രാമന്റെ വക. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയൂ, ഞാൻ അനുസരിക്കാൻ സന്നദ്ധനാണ്. ധർമ്മം മനഃശാസിക്കുന്ന ഈ വൈമനസ്യം രാമനുണ്ടെന്നതിൽ വിശ്വാമിത്രൻ സന്തോഷിച്ചു. എന്തായാലും സ്ത്രീവധം കൊടും പാതകമാണെന്ന് എനിക്ക് അറിയായികയല്ല. എന്തായാലും ആധ്യാത്മിക പുരോഗമനം നേടിയവരെ, അതായത് ബ്രാഹ്മണൻ, നീതിമാന്മാർ, അതുപോലെ പശുക്കള്, അങ്ങനെയുള്ളവരെ രക്ഷിക്കുകയാണ് പ്രധാനം.
ഈ മൂന്ന് കാര്യങ്ങളുമായി കെട്ടുപണിഞ്ഞു കിടക്കുകയാണ് ധർമ്മം. ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കാനാണ് ഉള്ളതാണ് സ്ത്രീവധമെങ്കിൽ അതിൽ പാപമില്ല കുട്ടി. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന മഹാവചനം കേട്ടിട്ടില്ല അങ്ങ്? ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കുന്നു. ഒരാളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള അക്രമമല്ല ഇത്. ലോകത്തിന് സമാധാനവും അഭിവൃദ്ധിയും നിലനിർത്തുന്നതിന് വേണ്ടി അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അത് യാതൊരു ദുഷിച്ച പ്രതികരണവും ഉണ്ടാക്കുകയില്ലെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ഞാൻ ഉറപ്പു തരുന്നു രാമ. കൂടാതെ സൃഷ്ടി, രക്ഷ, നാശം എന്നിവ ദൈവിക നിയമത്തിന്റെ പ്രകാശനങ്ങളാണ്. അവ ഈശ്വരേച്ഛക്കനുസരിച്ച് സംഭവിക്കുന്നതുമാണ് രാമ എന്നും പറഞ്ഞു. മനുഷ്യന്റെ വ്യാമോഹങ്ങളൊന്നും അതിനെ ബാധിക്കുകയില്ല രാമ. അവിടുന്ന് ഈശ്വരാവതാരമാണ്. ഇത് ചെയ്യാനുള്ള അധികാരവും ധാർമ്മിക ബാധ്യതയും രാമനുണ്ട്. ഒരഴുക്കം അഗ്നിയെ ബാധിക്കാത്തതുപോലെ ഒരു പാപവും ഈശ്വരനെ മലിനപ്പെടുത്തുകയുമില്ല. സൃഷ്ടിക്കുള്ള ഇച്ഛയും രക്ഷണത്തിനുള്ള ബാധ്യതയും ഉള്ള ആൾക്ക് ശിക്ഷണധർമ്മവും ആചരിക്കാവുന്നതാണ് രാമ. അമ്മയും മകനും ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ ഒരിക്കലും ഒഴിഞ്ഞു പോകയില്ല. കൂടുതൽ ശിക്ഷകൾ അനുഭവിക്കാൻ കൂടുതൽ പാപങ്ങൾ കൂട്ടിവെക്കുന്ന അതിനു മുമ്പായി താടക വധിക്കപ്പെടുന്നത് ഭാഗ്യമായി കരുതേണ്ടതാണ്. ഭാഗ്യമായി കരുതണം രാമ. അത് അവരുടെ ഉത്തമ താല്പര്യങ്ങളും രാജ്യത്തിന്റെ താല്പര്യവും സംരക്ഷിക്കുക മാത്രമാണ് അവിടുന്ന് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഈ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു. ഇതൊരു തെറ്റോ ഒരു പാപമോ അല്ല രാമ. അതിലിപ്പോൾ കരുണാർദ്രത കാണിച്ചാൽ അത് ലോകത്തിന് അതിരറ്റ ആപത്താണ് ഉണ്ടാക്കുക കേട്ടോ. ലോകത്തിന് ആപത്തുണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഏത്? ഈ ഒരാളെ കൊല്ലുന്നതല്ലേ. അത് ധർമ്മച്യുതിക്ക് സഹായകമാകുകയും ചെയ്യും. താടക കൂടുതൽ പാപകർമ്മങ്ങളിൽ മുഴുകുന്നതിന് അത് വഴിവെക്കുകയും ചെയ്യും. ഞാൻ എന്തിനീ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ പറയുകയും 1000 വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യണം? എന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഞാൻ എല്ലാം കണ്ടിരിക്കുന്നു രാമ. രാമൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചത് തന്നെ രാക്ഷസ വംശം ഉന്മൂലനം ചെയ്യാനാണല്ലോ. ഞാനതൊക്കെ കണ്ടു. അത് അവിടുത്തെ ലക്ഷ്യവും കർത്തവ്യവുമാണ് രാമ. ഈ ധർമ്മം ജീവിതകാലം മുഴുവനും ചെയ്യേണ്ടതുമുണ്ട്. ധർമ്മത്തിന്റെ രക്ഷാകർത്തൃത്വവും രാക്ഷസന്മാരുടെ വംശവിച്ഛേദവും ആണ് അവതാര ലക്ഷ്യങ്ങൾ തന്നെ. ഞാൻ ഈ സത്യം അറിഞ്ഞിരിക്കുന്നു രാമ. അതാണ് ഞാൻ സഹായത്തിന് അവിടുത്തെ സമീപിക്കാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ എന്തിനെ അവിടുത്തെ സഹായവും സേവനവും തേടണം? ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. തപസ്സുകളും യതികളും അരണ്യാശ്രമങ്ങളിൽ യജ്ഞമനുഷ്ഠിക്കുന്നവരും തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, ലോകത്തിന്റെ മുഴുവൻ ആവശ്യത്തിന് വേണ്ടിയല്ലേ അവരതൊക്കെ ചെയ്യുന്നത്. രാജാക്കന്മാരെ സമീപിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നത് അതിനു വേണ്ടിയല്ലേ. അവർ നിസ്സംഗരായി സ്വയം ശേഖരിക്കുന്ന ഫലമൂലങ്ങൾ നശിച്ചു കഴിഞ്ഞുകൂടുന്നു. വേറൊന്നും ആഗ്രഹമില്ല. അത് ഈ ഫലമൂലാദികളും കഴിച്ചിങ്ങനെ ജീവിച്ചോളും. കുറേ മാസങ്ങളോ കൊല്ലങ്ങളോ ഈ പഥ്യം അവർ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ച് അവർ ജീവിത രീതി കൂടുതൽ കർക്കശമാക്കും. പിന്നീട് അവർക്ക് അതും വേണ്ട. ദേഹബോധം നശിച്ച് ജ്ഞാനപ്രകാശത്തിൽ ലയിക്കാനാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത്. എന്നെ പോലെയുള്ള ഹർഷീശ്വരന്മാര്. അത്തരം ആളുകൾ ലോകത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്തിനു വേവലാതിപ്പെടണം രാമ? എന്നാൽ ജ്ഞാനികൾ അങ്ങനെയല്ല. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരാണ്. ആ വെളിപാടിന്റെ വെളിച്ചത്തിൽ സ്വയം രക്ഷ നേടിയെന്ന് പുറമെ തങ്ങൾ സഞ്ചരിച്ച മാർഗങ്ങളെ പറ്റിയും തങ്ങളെ പ്രാപിച്ച ലക്ഷ്യത്തിന്റെ പ്രഭാവത്തെ പറ്റിയും മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാൻ ശ്രമിച്ചിട്ട് തങ്ങളെ സത്യദർശനത്തിൽ തയ്യാറാക്കിയ സാധന ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു രാമ. അത് മനസ്സിലാക്ക്. ജ്ഞാനികൾ തങ്ങളെപ്പറ്റിയും തങ്ങളുടെ മോക്ഷത്തെപ്പറ്റിയും ആണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ലോകത്തിന് എന്താണ് സംഭവിക്കുക? ജനങ്ങൾ പിന്നെയും 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 അധർമ്മത്തിലേക്ക് തന്നെ അധപ്പതിച്ചു പോവില്ലേ? അത്ര തന്നെ. അപ്പോൾ ധർമ്മം നിർമാർജിതമാകും. തപസ്സുകൾ സ്വന്തം കാര്യം നേടുവാനല്ല, ഇതിനാണ് ബന്ധം പുലർത്തുന്നത്. അവർ വെള്ളത്തിൽ താമര എന്നതുപോലെ ലോകത്ത് ജീവിക്കുന്നു. വെള്ളത്തിലുള്ള താമര ഉണ്ടോ? താമരയിലെ ഒരു തുള്ളി വെള്ളവും താമര എന്നുള്ള ഒരു ബന്ധുവില്ല. പക്ഷെ ജീവിക്കുന്നത് വെള്ളത്തിലാണ്. എത്ര അഴുക്ക വെള്ളത്തിലാണ് താമര അങ്ങനെ വളർന്നോളും. ആ താമരയിലെ ഇലയിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ അത് ഇലയിൽ നിൽക്കൂലല്ലോ, ഉരുണ്ട് പോകുന്നത് പോലെ. ബാഹ്യാവസ്ഥകളിൽ അവർ ലോകവുമായി കെട്ടുപിണഞ്ഞ മാതിരി തോന്നാം. പക്ഷേ അവർക്ക് ലോകവുമായി യാതൊരു ബന്ധവുമില്ല.
തങ്ങളെ ലേശവും കളങ്കപ്പെടുത്താൻ അവർ ലോകത്തെ അനുവദിക്കുന്നുമില്ല. അവർക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ലോകത്തിന്റെ പുരോഗതിയും ക്ഷേമവും മാത്രം. അവർ ധർമ്മപോഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു, ഈശ്വരനെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നു. രാമൻ ഈ വിശ്വാമിത്രന്റെ വാക്കുകളിൽ സത്യം അനാവരണം ചെയ്തപ്പോൾ രാമൻ താൻ കേട്ടതൊന്നും പരിചയമില്ലാത്തൊരു നവാഗതനെ പോലെയാണ് പ്രതികരിച്ചത്. ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയൂല എന്നുള്ള ഭാവത്തില്. അങ്ങനെയുള്ള ഭാവത്തിൽ രാമൻ പറഞ്ഞു, തപസ്സുകളുടെയും മഹർഷികളുടെയും വാക്കുകളിൽ ദിവ്യമായ താല്പര്യം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് ലോകം മനസ്സിലാക്കുന്നില്ല. ഞാൻ അങ്ങയോട് ചോദിച്ചത് ഈ കൃത്യത്തിന്റെ ധാർമ്മികത്വത്തെ പറ്റിയാണ്. അത് പറയുന്നത് രാമൻ ഈ കാര്യത്തിൽ ന്യായത്തെ സംബന്ധിച്ച് എങ്ങനെ വിശദീകരിക്കുന്നു മഹർഷി എന്നറിയാൻ മാത്രം. എന്റെ ചോദ്യത്തിൽ മറ്റൊരർത്ഥവും ഇല്ല. വിശ്വാമിത്ര മഹർഷിയുടെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാനാണ് എന്നോട് പിതാവ് പറഞ്ഞത്. അതിനനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സദാ സന്നദ്ധനാണ്. യാതൊരു പാപവും ഏൽക്കാതെ താടകയെ കൊല്ലാമെന്നും ആ കൃത്യം ന്യായവും നീതിയുക്തമാണെന്നും അങ്ങ് പറയുമ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ. ധർമ്മപോഷണത്തിനും ജനക്ഷേമ അഭിവൃദ്ധിക്കും അങ്ങനെ ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും നിർവഹിക്കാൻ ഞാൻ തയ്യാറാണ് മഹർഷി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ വില്ല് കയ്യിലെടുത്തു. ഞാണെന്റെ ദാർഢ്യം പരിശോധിച്ചു. അതിന്റെ ഫലമായുണ്ടായ ഞാണലി 10 ദിക്കുകളിലും മാറ്റൊതിക്കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടതേ ഉള്ളത്. ദിഗംബരം മുഴുവനും അത് പ്രതിധ്വനിച്ചു. കാട് മുഴുവൻ ഉണർന്നു. വന്യമൃഗങ്ങൾ ഭയചകിതരായി. പ്രാണരക്ഷാർത്ഥം അവ 4 പാടും ഓടുകയാണ്. അത്യുച്ചത്തിലുള്ളതും അതിഭീഷണവുമായി ശബ്ദം കേട്ട് താടകയെ ഞെട്ടി. പ്രക്ഷുബ്ധമായി പ്രതിഭാസമോളിൽ ക്രോധാഗ്നി ഉജ്ജ്വലിപ്പിച്ചു. ശബ്ദം പുറപ്പെട്ട സ്ഥലത്തേക്ക് ഒട്ടിക്കൊണ്ടുവന്നു. ഒരു പർവ്വതം വെട്ടിത്തിരിഞ്ഞു വരും പോലെ കൂറ്റനായ കാട്ടാന പാഞ്ഞു വന്ന് ആക്രമിക്കുന്നത് പോലെ താടക തന്റെ സമീപത്തേക്ക് കുതിക്കുന്ന രാമൻ കണ്ടു. അവിടുന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു, എന്ത് കണ്ടാൽ അവിടെ കൊച്ചുകുട്ടിയല്ലേ, എന്നാലുണ്ടോ ഭഗവാനെ പേടി. അനുജ, ഈ വൈരൂപ്യ പിണ്ടത്തെ നോക്കറോ നീ? ഈ വൈരൂപ്യ പിണ്ടം, ആ പിണ്ടത്തിനെ നോക്കറോ? നോക്കൂ, ഈ പൈശാചിക രൂപം കണ്ടാൽ സാധാരണ മനുഷ്യൻ ബാക്കി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? ആകൃതി തന്നെ എത്ര ഭയങ്കരല്ലേ. പിന്നെ അതിന്റെ ശക്തിയെ പറ്റി എന്താണ് പറയേണ്ടത്? അതും ഒരു സ്ത്രീ, അതിന്റെ കൊല്ലിക തന്നെ വേണം എന്ന തീരുമാനത്തിൽ മനസ്സ് എന്നോട് ഒട്ടും യോജിക്കുന്നുമില്ല. കൈയും കാലും ഖണ്ഡിച്ച കറ്റിയാൽ ഈ സത്വം ചാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ നശിപ്പിക്കാൻ അതുമാത്രം മതിയാവും. എന്നെ കൊല്ലണ നിനക്ക് ഒറ്റലേശ ആഗ്രഹമില്ല ലക്ഷ്മണ. എന്റെ കൈയും കാലും വെട്ടിയിട്ടാലോ? അപ്പക്കഷ്ണം പോലെ കുമാരന്മാരെ പിടിച്ചു വായിലാക്കാൻ കഴിയത്തക്ക വിധം മുന്നോട്ട് നീട്ടിയ കൈകളുമായി ഒരപ്പം എടുത്തു നിന്ന ലാഘവത്തോടെയാണ് അവള് വരുന്നത്. താടക രാമന്റെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. പ്രചണ്ഡമായും കൊടും ഭീതി തുളഞ്ഞു കയറുന്ന വികാരോജ്വലതയിലും അവൾ ഗർജിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഇരുന്നല്ല, തട്ടഹസിച്ചുകൊണ്ടാണ് അവൾ വരുന്നത്. ഈ യുദ്ധത്തിൽ രാമലക്ഷ്മണന്മാർക്ക് യാതൊരു അപകടവും സംഭവിക്കരുതേന്ന് വിശ്വാമിത്രൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പാപം താടക രാമനോട് കൂടുതലായി അടുത്തു, പക്ഷേ വളരെ വൈമനസ്യത്തോടുകൂടി. കാരണം രാമസാന്നിധ്യത്തിന്റെ അസാധാരണമായ നടുക്കം അവൾക്ക് അനുഭവപ്പെട്ടു. മനസ്സിലായി അവൾക്ക്. 1 or 2 പ്രാവശ്യമാണ് രാമന്റെ സമീപം ചെന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ പിന്നോക്കം വരഞ്ഞു. തന്നോട് തന്നെയുള്ള അമർഷത്താൽ അവൾ ചാടിക്കൊണ്ടിരുന്നു. അവളുടെ ചവിട്ടേറ്റ് വരുന്ന പൊട്ടിപ്പടലും അതിക്കാക അന്ധകാരമയമാക്കി. മറ്റുള്ളവരെ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. അത്ര ഗംഭീരം. രാമനും ലക്ഷ്മണനും വിശ്വാമിത്രൻ അല്പനേരത്തേക്ക് ഒന്നും പ്രവർത്തിക്കാതെ നിശബ്ദരായി നിന്നു. വ്യാമോഹിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന കലയിൽ താടക അതിനിപുണയായിരുന്നു. അവൾ ശക്തിയായ മഴ പെയ്ച്ചു. ഈ രാക്ഷസിയെ ഇനിയും ജീവിതം തുടർന്നു പോകാൻ അനുവദിക്കരുതെന്ന് രാമൻ തീരുമാനിക്കുക തന്നെ ചെയ്തു. സ്ത്രീത്വത്തിന്റെ പേരിൽ അവൾക്ക് മാപ്പ് കൊടുത്തുകൂടാ. അതുകൊണ്ട് അപ്രത്യക്ഷമായ താടകയുടെ ശരീരത്തിന് നേരെ ലക്ഷ്യം വെച്ച് രാമൻ ഒരു അസ്ത്രം എഴുതി. അപ്പോൾ അവൾ ഒരിക്കൽ കൂടി രാമന്റെ നേരെ പാഞ്ഞു അടി വന്നു. അവളുടെ ഭുജങ്ങൾ 2 രാമബാണങ്ങളാൽ ബന്ധിക്കപ്പെട്ടു. ലക്ഷ്മണൻ അവളുടെ ഇതര അവയവങ്ങൾ ഓരോന്നായി അരിഞ്ഞിട്ട് നടന്നു എന്ന് പറയാറില്ലേ,
അതുപോലെ വീഴ്ത്തി. പക്ഷേ താടകക്ക് സ്വച്ഛ പോലെ വേഷം മാറാൻ കഴിയുമല്ലോ. അവൾ പൊടുന്നതിന് രൂപം മാറ്റി വേറൊന്നെടുത്തു. വീണ്ടും നവോന്മേഷത്തോടുകൂടി രോഷാകുലയെ പ്രത്യക്ഷപ്പെട്ടു. ഭയങ്കരി അവൾ മരിച്ച പോലെ നടിച്ചു കടന്നു. പെട്ടെന്ന് ജീവിച്ചെഴുന്നേറ്റു. അവൾ ഒരേ സമയം തന്നെ വിവിധ രൂപങ്ങൾ കൈക്കൊണ്ടു. പഴയ കൗശലമായ പാറമഴ വീണ്ടും പെയ്യിച്ചു. വെറും മഴയല്ല, പാറമഴ. ഗതികെട്ടവും തലമുണ്ടനം ചെയ്യുമ്പം കല്ലുമഴ എന്ന് പണ്ടാരോ പറഞ്ഞാൽ, പക്ഷെ ഇവിടെ ഉള്ളത് ഗതികെട്ടവനല്ല, ഗതിയുടെ മൂർത്തിമദ്ഭാവമാണ്. അവളുടെ ദുഷിച്ചല്ല കഴിവുകളും സൂത്രങ്ങളും പ്രയോഗിച്ചു നോക്കി. എത്ര സൂക്ഷിച്ചിട്ടും രാമലക്ഷ്മണന്മാർക്ക് ചെറിയ പരുക്കുകളെ പറ്റുകണ്ടായി. അതുകൊണ്ട് ഇനി താമസിക്കരുതെന്നും അവളെ വധിക്കണമെന്നും വിശ്വാമിത്രൻ തോന്നി. അദ്ദേഹം പറഞ്ഞു, രാമ മടിക്കണ്ട കേട്ടോ, ഇവിടെ സ്ത്രീത്വത്തെ പറ്റി ആലോചിക്കേണ്ട അവസരമല്ല ഇത്. അവയവ ഖണ്ഡനം കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവുകയില്ല. ജീവനുള്ള കാലത്തോളം രാക്ഷസന്മാർക്ക് ഏതു രൂപവും സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവളെ കൊല്ലൂ രാമ. സായാഹ്ന മേൽ അവളുടെ ക്രോധം കൂടുതൽ പ്രബലമാകും. രാത്രിയിൽ അവർക്ക് ശക്തി കൂടുതലേ. സൂര്യാസ്തമയത്തിന് ശേഷം രാക്ഷസന്മാരെ നേരിടാൻ ശ്രമിച്ചാലും സാധ്യമാകയില്ല രാമ. അതിനാൽ അതിനു മുമ്പേ അവളെ നശിപ്പിക്കണം. ഇത്രയും പറഞ്ഞ് വിശ്വാമിത്രൻ രക്ഷണവും സുരക്ഷിതത്വവും അനുഭവപ്പെടുത്തുന്ന ചില മന്ത്രങ്ങൾ ഉച്ചരിച്ചു. രാമനും തന്റെ ചിന്തകൾ അങ്ങോട്ടേക്ക് തിരിച്ചു. ശബ്ദം പുറപ്പെട്ട സ്ഥലത്തേക്ക് അസ്ത്രമയക്കാനുള്ള തന്റെ കഴിവ് പ്രയോഗിച്ചു. താടക ഉള്ള ദിക്ക് കണ്ടറിഞ്ഞു. ആ ലക്ഷ്യത്തിലേക്ക് ഒരസ്ത്രം അയച്ചു. അവരുടെ അവയവങ്ങളെല്ലാം ബന്ധിച്ചു നിർത്താനും ഒരു തരത്തിലും യാതൊരു ചലനവും സാധ്യമല്ലാതാക്കാനും ആ അസ്ത്രത്തിന് കഴിവുണ്ടായിരുന്നു. അതേറ്റപ്പോൾ അവൾ ഭയങ്കരമായി ആക്രന്ദനം ചെയ്തു. കരഞ്ഞു, ലഹള കൂട്ടി കരഞ്ഞു. ഭീഷണമായ നാക്ക് നീട്ടി രാമലക്ഷ്മണന്മാരുടെ ശരീരത്തിന്മേൽ ചെന്ന് വീണ് തന്റെ ദേഹഭാരം കൊണ്ട് അവരെ ചതച്ചു കളയാൻ ശ്രമിച്ചു. നടക്കാനൊന്നും അങ്ങനെ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കമിഞ്ഞു കെട്ടി വീണു. കാലവിളംബം കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ട് രാമൻ മാരകമായൊരു കൂർത്ത ശരം അവളുടെ നെഞ്ചി ലക്ഷ്യമാക്കി വിട്ടു. അതേറ്റ് അവൾ എന്ത് ചെയ്തു? ഉരുണ്ടുരുണ്ട് വീണ് ജീവൻ ത്യജിച്ചു. ശ്രീരാമചന്ദ്ര പ്രഭുവിനൊരു ശയനപ്രദർശനം നടത്തി. എന്നിട്ട് മരിച്ചു. താടകി വീണയിടത്ത് ഭൂമിയിൽ ഒരു വലിയ കുഴിയുണ്ടായി. മരണവേദനയിൽ ഉരുണ്ടുപോയപ്പോൾ ആ കൂറ്റൻ പിണ്ടം തട്ടി വൃക്ഷങ്ങൾ മറിഞ്ഞു വീണു. വന്യമൃഗങ്ങൾ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു. മൃഗക്കൂട്ടങ്ങൾ എങ്ങോട്ടെന്നില്ലാതെ ചിതറിപ്പാഞ്ഞു. അത്ര ഭയങ്കരവും അത്യുച്ചത്തിലുള്ളതുമായിരുന്നു അവരുടെ അന്ത്യശ്വാസം. ആ ഭീകരിയായ രാക്ഷസി മരിച്ചു വീണ സമയത്ത് വിശ്വാമിത്രൻ രാമനെ അടുത്ത് വിളിച്ച് സ്നേഹപൂർവ്വം തലമുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മകനെ, നീ ഭയപ്പെട്ടോ? ഇല്ല ഇല്ല ഇല്ല. സർവലോകങ്ങളുടെയും രക്ഷിതാവായവന് എങ്ങനെ പേടിയുണ്ടാവും? ഈ അത്ഭുത പ്രകടനമാണ് അടിസ്ഥാനശില. അത് എടുപ്പിന്റെ സ്ഥിരതയെപ്പറ്റി ഉറപ്പ് തരുന്നു. വരൂ, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു കുട്ടികളെ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. സന്ധ്യാവന്ദനം ചെയ്ത് കുറച്ചു നേരം വിശ്രമിക്ക്. എൻ്റെ കൂടെ വരുമോ? അദ്ദേഹം അവരെ നദീതടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അവരോട് പറഞ്ഞു, കുട്ടികളെ, ഇന്ന് രാത്രി നമുക്ക് ഇവിടെ തന്നെ വിശ്രമിക്കാം. നമ്മുടെ ആശ്രമത്തിലേക്ക് നാളെ പുലർച്ചക്ക് പുറപ്പെടാം. ഈ കാട്ടിലെ തന്നെ. വിശ്വാമിത്രൻ പറഞ്ഞ കഥകൾ കേട്ട് അവർ രാത്രി കഴിച്ചു. ഗുരുനാഥൻ അവരുടെ പ്രത്യേക കഴിവുകളും അവരിൽ ലയിച്ചു കിടക്കുന്ന മഹത്വവും അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. പ്രഭാതമായി. പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിച്ച് മഹർഷി സ്നിഗ്ധമായൊരു മന്ദഹാസത്തോടുകൂടി ഉറങ്ങിക്കിടക്കുന്ന സഹോദരന്മാരെ സമീപിച്ചു. അദ്ദേഹം മൃദുവായും വളരെ മധുരമായും അവരോട് സംസാരിച്ചു. രാമ, നിന്റെ യുദ്ധവീര്യങ്ങൾ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നീ താടക എന്ന രാക്ഷസിയെ കീഴടക്കിക്കൊണ്ടിരുന്നപ്പോൾ നീ പരബ്രഹ്മമാണെന്ന സത്യം ഞാൻ ഗ്രഹിച്ചു. സത്യമായും ഞാൻ വളരെ 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 ഭാഗ്യവാനാണ് എന്ന് ശ്രീരാമചന്ദ്രനോട് പറയുന്ന വിശ്വാമിത്രന്റെ ആ ഒരു വാക്കുകളിലൂടെ, ആ വാക്ക് കേട്ടിട്ടുള്ള സന്തോഷത്തോടുകൂടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ സമർപ്പിക്കാമെന്ന് തോന്നുന്നു. അതല്ല നല്ലത്. ശ്രീരാമചന്ദ്ര പ്രഭുവും ബ്രഹ്മാദ്യാമരസിദ്ധ ജന്മഭവനം എന്നാഭിവങ്കേരുഹം ശ്രീനിർവാണനികേതനം യതോ ദൂരം ലോകൈകശയ്യാഗൃഹം യദ്വക്ഷ കമലാനിവാസഭവനം
എന്നാമമന്ത്രം സദാ വാസാകാരമഖണ്ഡമംഗലനിധി പായാത്സവോ രാഘവ.